ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് റവ കൊണ്ട് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റവയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അപ്പോൾ പെട്ടെന്നൊരു കേക്ക് വേണമെന്ന് തോന്നിയാൽ നമുക്ക് റവ കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഓവനും ബീറ്ററും ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്, എന്നാലേ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്താലും ഓയിലും തൈരും ഒന്നും നന്നായിട്ട് മിക്സ് ആയിട്ടൊന്നും വരില്ല. അത് സാരമില്ല, ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ വറുത്തിട്ടൊന്നുമില്ല, കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷെ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തരികളായിട്ട് കിട്ടും. ചില റവ നല്ല വലിയ തരികളായിരിക്കും. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. മൈദമാവ് ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്താലും മതി. 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർത്തത്. അപ്പോൾ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വാനില കേക്കായിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ 30 മിനിറ്റ് ഒന്നും മാറ്റി വയ്ക്കാറില്ല അല്ലേ. പക്ഷെ റവ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ റവയിൽ പിടിച്ചിട്ട് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. വാനില എസൻസ് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നിങ്ങൾ കൊക്കോ പൗഡർ ചേർക്കണില്ലെങ്കിൽ വാനില എസൻസ് എന്തായാലും ചേർക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും ആവണം. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് ടീൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് തട്ടിക്കൊടുക്കുക. ബട്ടർ പേപ്പർ വയ്ക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് പാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കാം. അപ്പം മോൾ ഭാഗമൊക്കെ നിരപ്പായിട്ട് വരും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിസ്തയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഇടണമെന്നൊന്നുമില്ല, കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേടായ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. കേക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് തീ മീഡിയത്തിലോട്ട് ഇടുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നില്ലെങ്കിൽ വെന്തു നമുക്കിത് എടുത്തു മാറ്റാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് പിന്നെയും നോക്കുക കേട്ടോ. ഓവറായിട്ട് ബേക്ക് ചെയ്യരുത്, എന്നാൽ ഡ്രൈ ആയി പോവും. മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ ഇത് ബേക്കായി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. സൈഡ് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ബട്ടർ പേപ്പർ മാറ്റാം. കണ്ടോ, ഇളക്കിയപ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയല്ലേ, ചെറിയ തരികളായിട്ട്. ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചൂട് മാറിയതിന് ശേഷം കഴിക്കുക. ചൂടുള്ളപ്പോൾ കഴിച്ചാൽ കുറച്ച് മധുരം കുറവായിട്ട് തോന്നും. അപ്പം ഞാനിതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ വാനില കേക്കായിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ കേക്ക് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.